ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട്. മുഹൂർത്തമടുത്തപ്പോൾ വധുവിനെ കാണാനില്ല എന്ന വാർത്ത ഒരു ഞെട്ടലോടെയാണ് ശ്യാം കേട്ടത്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങി ആളുകൾക്ക് മുന്നിൽ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അമർഷമോ സങ്കടമോ എല്ലാം കൂടെ നുരഞ്ഞു പതയുകയായിരുന്നു. അവനിലേക്ക് നീണ്ട സഹതാപം നിറഞ്ഞ കണ്ണുകളെ നേരിടാനാവാതെ അവൻ കല്യാണപ്പന്തലിൽ തലകുനിച്ചു നിന്നു. ഉള്ളിലെ ചൂട് വിയർപ്പായി നെറ്റിയിലൂടെ ചാലിട്ടൊഴുകി. ശ്യാമിൻ്റെ അമ്മാവന്മാരും പെണ്ണുവീട്ടുകാരും തമ്മിലുള്ള കലപില അവൻ്റെ ചെവിയിൽ വന്നു തറക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ മൗനം പാലിച്ചതേയുള്ളൂ. അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉള്ളത് അറിയില്ലായിരുന്നു. അവൾ ഞങ്ങളെയും ചതിച്ചു കളഞ്ഞതാണ്. നിങ്ങൾ പൊറുക്കണം, പെണ്ണിൻ്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് തല താഴ്ത്തി ശ്യാം ആ വീടിൻ്റെ പടിയിറങ്ങി. കല്യാണം മുടങ്ങിയത് സഹിക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിലുള്ള ബന്ധുക്കാരുടെയും നാട്ടുകാരുടെയും അടക്കം പറച്ചിൽ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അല്ലെങ്കിലും സഹതാപവും കുറ്റവും കുറവും പറയാനും മറ്റുള്ളവരുടെ വേദനയുടെ ആക്കം കൂട്ടാനും ബന്ധുക്കൾ മിടുക്കരാണല്ലോ. എല്ലാവരുടെ ഇടയിൽ നിന്നും മാറി കുറച്ച് സമാധാനത്തിന് എന്നവണ്ണം ശ്യാം മുകളിലേക്ക് കയറി അവൻ്റെ റൂമിൽ പോയി വാതിലടച്ചു. കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. നിശ്ചയം കഴിഞ്ഞ നാൾ മുതൽ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കാത്തത് ഒന്നുമില്ല. ഒരിക്കൽ പോലും അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ഭാര്യയാകാൻ പോകുന്നവൾ ആണെന്നുള്ള ഇഷ്ടം കൊണ്ട് പ്രാണനായി കണ്ട് സ്നേഹിച്ചിട്ടേയുള്ളൂ. മറ്റൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യമേ പറയാമായിരുന്നു. എന്തിനായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ ഒരു കോമാളി വേഷം കെട്ടിക്കാനായി ഈ കല്യാണ ദിവസം വരെ അവൾ കാത്തത്? അറിയില്ല. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറേ നേരത്തിനു ശേഷം അമ്മ വന്നു വാതിലിൽ തട്ടിയപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. എൻ്റെ മോന് അവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. കല്യാണം കഴിഞ്ഞിട്ടാണ് അവൾ പോകുന്നതെങ്കിലോ നമ്മൾ ഇതിനേക്കാൾ നാണം കെട്ടേനെ. മോൻ വിഷമിക്കാതെ, അമ്മ അവനെ ആശ്വസിപ്പിച്ചു. ശ്യാം അമ്മയെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. 2 മാസത്തിനു ശേഷം വീണ്ടും ശ്യാമിൻ്റെ വിവാഹം ഉറപ്പിച്ചു. ഇനിയൊരു കല്യാണത്തിന് അവന് താല്പര്യമില്ലായിരുന്നെങ്കിൽ കൂടി അമ്മയുടെ നിർബന്ധത്തിന് മുന്നിൽ അവൻ പാതി സമ്മതം മൂളി. വളരെ പെട്ടെന്ന്, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് 30കാരൻ ശ്യാമിൻ്റെയും 18 വയസ്സുകാരി ലക്ഷ്മിയുടെയും വിവാഹം ഉറച്ചത്. ശ്യാമിനെ പോലെ തന്നെ ഒരു കല്യാണത്തിന് ലക്ഷ്മിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോഴൊന്നും കല്യാണം വേണ്ടെന്നും പഠിപ്പിച്ചാൽ മാത്രം മതിയെന്നും പറഞ്ഞ് കാല് പിടിച്ച് നോക്കി ലക്ഷ്മി. പക്ഷേ രണ്ടാനമ്മയുടെയും അവരുടെ വാക്ക് മാത്രം കേട്ട് ജീവിക്കുന്ന അച്ഛൻ്റെയും മുൻപിൽ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ഒന്നും യാതൊരു കാര്യവുമില്ലായിരുന്നു. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചതാണ്. എല്ലാവരും വീണ്ടും ഒരു കല്യാണത്തിന് പ്രഭാകരൻ എന്ന അവളുടെ അച്ഛനെ നിർബന്ധിച്ചെങ്കിലും അയാളതിന് സമ്മതിച്ചില്ല. ഇനിയൊരു കല്യാണം കഴിച്ചാൽ കയറി വരുന്നവൾക്ക് തൻ്റെ മകളെ സ്വന്തം മകളായി സ്നേഹിക്കാൻ കഴിയില്ലെന്നും രണ്ടാനമ്മ ചമഞ്ഞ് ദ്രോഹിക്കുമെന്നും പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. കുറച്ചുനാൾ കൂടി അമ്മയില്ലെങ്കിൽ പോലും അച്ഛൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ച് തന്നെ ലക്ഷ്മി വളർന്നു. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കല്യാണാലോചന കൂടി അയാൾക്ക് വന്നു. വളർന്നു വരുന്ന തൻ്റെ മകൾക്ക് ഒരു അമ്മയുടെ സഹായവും തണലും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രഭാകരൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. കല്യാണം കഴിഞ്ഞ ശേഷവും അയാൾക്ക് ലക്ഷ്മിയോട് സ്നേഹം തന്നെയായിരുന്നു. എന്നാൽ പിന്നെ എപ്പോഴാണത് മാറിയതെന്നറിയില്ല. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പ്രഭാകരൻ്റെ 2ാം ഭാര്യ സുമതി ലക്ഷ്മിയോട് നല്ല രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് പതിയെ പതിയെ അവരുടെ സ്വഭാവം മാറിത്തുടങ്ങി. അവിടുത്തെ അയാളുടെ പ്രിയ പുത്രി ലക്ഷ്മിയിൽ നിന്നും ഒരു വേലക്കാരിയിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ആദ്യമൊക്കെ സ്നേഹത്തിൽ തന്നെ സുമതിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിരുന്ന പ്രഭാകരൻ പിന്നെ പിന്നെ സുമതി പറയുന്ന കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ മുൻഗണന കൊടുത്തിരുന്നത്. അപ്പോഴേക്കും അവൾ പൂർണ്ണമായും അവിടുത്തെ വേലക്കാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. ആ വീട്ടിലെ അടിച്ചുവാരലും തുടയ്ക്കലും അടുക്കളയിലെ പണിയും എല്ലാവരുടെയും വസ്ത്രങ്ങൾ അലക്കുകയും തുടങ്ങി ആ വീട്ടിലെ സകല ജോലികളും എടുത്തിരുന്നത് അവളായിരുന്നു.
യാതൊരു പരിഭവങ്ങളും ഇല്ലാതെ എല്ലാ ജോലികളും അവൾ എടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവളോട് തന്നെ പരിഭവിച്ചുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം കാണുന്നുണ്ടെങ്കിലും ഭാര്യയുടെ വശീകരണത്തിന് മുൻപിൽ മകളുടെ വേദന മനഃപൂർവ്വം അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. അയാൾ അപ്പോഴേക്കും ഒരു നല്ല അച്ഛൻ എന്ന പദവിയിൽ നിന്നും ഭാര്യയുടെ സാരിത്തുമ്പിൽ പിടിച്ചു നടക്കുന്ന വെറുമൊരു ഭർത്താവ് മാത്രമായി മാറിയിരുന്നു. സ്വന്തമായി യാതൊരു തീരുമാനവും അയാൾക്ക് ഇല്ലാതെയായിരുന്നു. +2 കഴിഞ്ഞതും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവളുടെ പഠിത്തം നിർത്തി. ഇട്ടുമൂടാനുള്ള സ്വത്ത് ഉണ്ടായിട്ടും ലക്ഷ്മിയെ തുടർന്ന് പഠിപ്പിച്ചില്ല. പഠിക്കാൻ അത്രയേറെ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അവൾ അയാളോട് കരഞ്ഞു പറഞ്ഞു നോക്കി. എന്നിട്ടും അയാളത് കണ്ടില്ലെന്ന് നടിച്ചു. എല്ലാ സ്വത്തുക്കളുടെയും അവകാശിയെക്കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച് സുമതി ഒരു യജമാനത്തിയെപ്പോലെ ആ വീട്ടിൽ ജീവിച്ചു. അവിടുത്തെ ആ 4 ചുമരുകൾക്കുള്ളിൽ അവളുടെ തേങ്ങൽ നിറഞ്ഞു നിന്നു. ഭക്ഷണത്തിൻ്റെ രുചിയെല്ലാം കണ്ണീര് വീണ് ഉപ്പുരസമായി മാറിയിരുന്നു. ഡിഗ്രിക്ക് ചേരാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നിട്ടും അയാൾ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് സുമതിയുടെ തീരുമാനമായിരുന്നു.